ഈ നാട്ടിൽ നീതി തേടി ഒരാൾക്കും പോലീസ് സ്റ്റേഷനുകളിൽ പോകാൻ പോലും ഇപ്പോൾ ഭയമാണ്. വാദിയെ പ്രതിയാക്കുന്ന പോലീസുകാർ. അവർക്ക് കലിപ്പ് തോന്നിയാൽ ചിലപ്പോൾ വ്യാജ പോക്സോ കേസിൽ പോലും കൊടുക്കും. തൃശൂർ പീച്ചിയിലെ ഒരു ഹോട്ടൽ ഉടമയും കുടുംബവും 2 വർഷം മുൻപ് അനുഭവിച്ച കഥ പോലീസ് നേർവാഴ്ചയുടെ തെളിവാണ്. ഹോട്ടലിലുണ്ടായ ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് പീച്ചി പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് ഔസേപ്പും മകൻ പോളും. എന്നാൽ ഹോട്ടലിൽ ആക്രമണം നടത്തിയ യുവാവിന് വേണ്ടി പോലീസ് കേസ് ഒതുക്കി തീർക്കാൻ നോക്കി. ഔസേപ്പും കൂട്ടരും വഴങ്ങില്ലെന്ന് കണ്ടതോടെ മകൻ പോളിനെ പോക്സോ കേസിൽ കുടുക്കുമെന്ന് വരെയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പിന്നീട് കേസ് ഒതുക്കാൻ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയതായും പരാതിക്കാരൻ പറയുന്നു. പോലീസ് അതിക്രമം സംബന്ധിച്ച് കമ്മീഷണർക്കടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. മെയ് 24 തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ മാനേജരെയാണ് പീച്ചി SI ആയിരുന്ന PM രതീഷ് മർദ്ദിച്ചത്. SI ഫ്ലാസ്ക് കൊണ്ട് തല്ലാൻ ശ്രമിച്ചെന്നും ശേഷം മുഖത്തടിച്ചുവെന്നും ഹോട്ടൽ ഉടമ ഔസേപ്പ് പറഞ്ഞു. ഇത് ചോദിക്കാൻ ചെന്ന തന്റെ മകനെയും ലോക്കപ്പിലിട്ടുവെന്ന് ഔസേപ്പ് പറഞ്ഞിരുന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആൾ നൽകിയ പരാതിക്ക് പിന്നാലെയായിരുന്നു മർദ്ദനം. ഭക്ഷണം മോശമാണെന്ന് പരാതി പറഞ്ഞ ദിനേശൻ എന്നയാൾക്ക് പണം നൽകിയില്ലെങ്കിൽ വധശ്രമത്തിനും പോക്സോയും ചുമത്തി ജാമ്യം കിട്ടാത്ത വിധം ജയിലിൽ അടയ്ക്കുമെന്നും അതൊഴിവാക്കാൻ പണം നൽകി സെറ്റിൽമെന്റ് നടത്തണമെന്നും SI ആവശ്യപ്പെട്ടു എന്നാണ് ഔസേപ്പ് പറയുന്നത്. ഹോട്ടൽ ജീവനക്കാർക്കെതിരെ കേസെടുക്കാതിരിക്കാൻ 5 ലക്ഷമാണ് ആവശ്യപ്പെട്ടത്. 3 ലക്ഷം പോലീസിനും 2 ലക്ഷം പരാതിക്കാരനും. പണം കൈമാറിയത് ഹോട്ടൽ ഉടമയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ്. ലോക്കപ്പ് മർദ്ദനത്തിന്റെയും വീട്ടിൽ വെച്ച് പണം നൽകുന്നതിന്റെയും എല്ലാം CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച തർക്കമാണ് ഈ സംഭവങ്ങൾക്ക് വഴിവെച്ചത്. കേസിൽ പോലീസ് വലിയ തോതിൽ ഒത്തുകളി നടത്തിയെന്നും ഗ്രേഡ് SI ജയേഷിന് തന്നോടുള്ള പൂർവ്വവൈരാഗ്യം തീർക്കുകയായിരുന്നുവെന്നും ഔസേപ്പ് ന്യൂസ് 18നോട് പറഞ്ഞു. ഈ 1.5 വർഷമായിട്ട് 23 ഡിസംബറിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഇവന്റെ ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്യോ പ്രൊമോഷൻ കട്ട് ചെയ്യോ സസ്പെൻഡ് ചെയ്യോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇവനെ സംരക്ഷിക്കുക. അപ്പൊ നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായത് ഇവനെന്തോ സംഘടനയുടെ ഒക്കെ എന്തോ ഭയങ്കര പിടുത്തമുള്ള ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പോ സംഘടനയിൽ ഉണ്ടെങ്കിൽ അവരിവനെ സംരക്ഷിക്കും എന്നാണ് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചില്ലെന്നും ഔസേപ്പ് പറയുന്നു. ലോക്കപ്പ് മർദ്ദനം സംബന്ധിച്ചും കൈക്കൂലി വാങ്ങിയതിനെ കുറിച്ചുമെല്ലാം വിശദമായ രീതിയിൽ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോകന് പരാതി നൽകിയതാണ്. ആരോപണ വിധേയനായ SI PM രതീഷിന് 1 മാസത്തിനുള്ളിൽ സർക്കിൾ ഇൻസ്പെക്ടറായി പ്രമോഷൻ ലഭിക്കുകയും ചെയ്തു. ഇയാൾ ഇപ്പോൾ കൊച്ചി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ്. വിവരാവകാശ പ്രകാരം CCTV ദൃശ്യങ്ങൾ നൽകാൻ അപേക്ഷ നൽകിയെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചു. അപേക്ഷ തള്ളുന്നതിന് മാവോയിസ്റ്റ് ഭീഷണി അടക്കമുള്ളവ പോലീസുകാർ ഉന്നയിച്ചു. ഒടുവിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്നായപ്പോഴാണ് CCTV ദൃശ്യങ്ങൾ നൽകുന്നതും ഇപ്പോഴത് വിവാദമാകുന്നതും. ഇപ്പോൾ കൊച്ചി കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ SI ആണ് രതീഷ്. അവധിയിൽ പോയിരിക്കുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അല്ല, അതിനെപ്പറ്റി നമുക്ക് ഇതുവരെ ഒന്നും റിപ്പോർട്ടോ മറ്റോ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഒന്നും നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കാം. സംഭവങ്ങളെല്ലാം മറ്റ് ജില്ലകളാണ് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും വന്നാൽ നമ്മൾ നോക്കി അതിൻ്റെ അനുസരിച്ച് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും. ന്യൂസ് 18 കൊച്ചി.